ചൂളിയാട് ദേശത്തിന്റെ ഓമനക്കാഴ്ച ഏകദേശം വൈകുന്നേരമായിന് പയ്യാവൂർ എത്താൻ വേണ്ടിയിട്ട്. അപ്പോഴേക്ക് ജനങ്ങളെ കൊണ്ട് പയ്യാവൂർ മുഴുവൻ നിറഞ്ഞിട്ടുണ്ടായിന്. ഓരോ ബിൽഡിങ്ങിന്റെ ഏറ്റവും മുകളിലത്തെ നിലയിൽ വരെ ആൾക്കാർ തിങ്ങി ഞെരുങ്ങിയിട്ടുണ്ട് ഈ കാഴ്ച കാണാൻ വേണ്ടിയിട്ട്. ഞങ്ങളെ വീട്ടിലേക്ക് ഇവിടുന്ന് കുറച്ച് ദൂരേ ഉള്ളൂവെങ്കിലും ഞങ്ങൾ അവിടെ എത്താൻ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. കാരണം അത്രക്കേറെ ബ്ലോക്ക് ആയിരുന്നു. എന്നിട്ടും എങ്ങനെയല്ലോ നുഴഞ്ഞ് ഞങ്ങൾ മുന്നിലെത്തിയിട്ടുണ്ടായിന്. ക്യാമറയെല്ലാം നേരെ പിടിക്കാൻ നല്ല പേടിയുണ്ടായിന്. കാരണം ഒന്നുമല്ല, ഓമനക്കാഴ്ചയിലെ അവസാനത്തെ കൊലി അമ്പലത്തിനുള്ളിൽ പ്രവേശിച്ചതിന് ശേഷം കൊടകരും കാളകളും ഓടിക്കൊണ്ട് ഭയങ്കരമായിട്ട് ഓടിക്കൊണ്ടാണ് തിരിച്ച് കൊടകിലേക്ക് മടങ്ങുക. ആ ഓട്ടത്തിന് കാളയോട്ടം എന്നെല്ലാം പറയലുണ്ട്. ആ കാളയോട്ടം കാണാൻ കൂടി വേണ്ടിയിട്ടാണ് എല്ലാവരും ഇങ്ങനെ തടിച്ചു കൂടിയിട്ടുള്ളത്. കുംഭം 8-ന് വന്ന കൊടകര് കുംഭം 10-ന് തിരിച്ചു മടങ്ങും. കാരണം ചൂളിയാട് ദേശവാസികളും കൊടകരും തമ്മിൽ കാണാൻ പാടില്ല എന്നും ഒരു ഐതിഹ്യമുണ്ട്. ഞങ്ങളോടെല്ലാം അടുത്ത കൊല്ലം കാണാന്ന് പറഞ്ഞിട്ടാണ് കൊടകര് പോയിട്ടുണ്ടായിന്. ഞങ്ങൾക്കെല്ലാം ടാറ്റയും പറഞ്ഞുകൊണ്ടാണ് അവർ ഓടിയിട്ടുണ്ടായത്. ആദ്യമായിട്ടാണ് പയ്യാവൂർ ഉത്സവത്തിന് എല്ലാ ദിവസവും ഞാൻ പോയിട്ടുണ്ടായിന്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഈ കൊടകര് പോകുന്ന കാണുമ്പോൾ അവിടുന്ന് എൻ്റെ കണ്ണ് ഭയങ്കരമായിട്ട് നിറയുന്നുണ്ടായിന്. ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പം ഏകദേശം കുംഭം 13 ആയിട്ടുണ്ടാവും. അപ്പോഴേക്കും പയ്യാരോത്സവം പൂർണ്ണമായിട്ടും കഴിഞ്ഞിട്ടുണ്ടാവും. ഇനി പയ്യാവൂരേക്ക് പോകുമ്പോൾ നമുക്കെല്ലാം ഭയങ്കര വിഷമമായിരിക്കും. ഒട്ടും പനി മാറാത്തതുകൊണ്ട് തന്നെ എനിക്കധികം വീഡിയോ എടുക്കാനൊന്നും ഇൻട്രസ്റ്റേ ഉണ്ടായിരുന്നില്ല. ഞാനിങ്ങനെ ഓരോ ചന്തകളും കണ്ട് പരിപാടി ആസ്വദിച്ച് ഇങ്ങനെ നടക്കലായിരുന്നു. എന്നാലും ഇടയ്ക്കിടയ്ക്കെല്ലാം ഞാൻ ഓരോ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ ഞാനിങ്ങനെ വരും ദിവസങ്ങളിലെല്ലാം ഇടണമെന്ന് വിചാരിക്കുന്നുണ്ട്. പയ്യാനുത്സവം കഴിഞ്ഞിട്ടാണ് ഈ വീഡിയോ എല്ലാം ഞാൻ പോസ്റ്റ് ചെയ്യുന്നത്. എന്നാലും എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഓക്കെ ഗൈസ്, ബൈ. അടുത്ത വീഡിയോയിൽ കാണാം.